പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മറ്റൊരു പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ വരുന്നതറിഞ്ഞ സമരപ്രവർത്തകർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പ്രതീകാത്മകമായി കുത്തുപാളയിൽ നിവേദനം നൽകുന്നു. ഇപ്പൊ നിലവിൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇടതു സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കുത്തുപാളയിൽ നിവേദനം നൽകാനുള്ള തീരുമാനം അത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അതിൽ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ എന്നെ അറിയിച്ചു, കുത്തുപാളയിൽ നിവേദനം നൽകുന്ന കാര്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് വർഗീസിന്റെ തീരുമാനമെങ്കിൽ വർഗീസിനെ മുൻകരുതൽ കസ്റ്റഡിയിൽ എടുക്കാനാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ്. അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യും എന്ന് എല്ലാവരും കരുതി. ഞാൻ തൽക്കാലം സമരവേദിയിൽ നിന്നൊന്ന് മാറി നിന്നു. ഇരിങ്ങാലക്കുട PWD ഗസ്റ്റ് ഹൗസിൽ അന്നത്തെ ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ മുൻകൈയെടുത്ത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ഉന്നതതല യോഗം നടക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു. യോഗം തുടങ്ങുന്നതിൻ്റെ 5 മിനിറ്റ് മുൻപ് വളരെ നാടകീയമായി ഇരിങ്ങാലക്കുട ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടേക്ക് ഞാൻ ചെല്ലുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് വളരെ കുറഞ്ഞ പോലീസേ ഉണ്ടായുള്ളൂ. ഞാൻ വാഹനത്തിൽ നിന്നും ഇറങ്ങി നേരെ മന്ത്രി ഇരിക്കുന്ന മുറിയിലേക്ക് ചെല്ലുകയാണ്. ഞാൻ പെട്ടെന്ന് കതക് തുറന്ന് അകത്തേക്ക് ചെന്നത് അതെല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. ഒരാൾക്കൊഴികെ TU കുരുവിളയ്ക്ക് മാത്രം അതിൽ യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണങ്ങൾ വേറെയാണ്. ഞാൻ അദ്ദേഹത്തോട് എന്നെ പരിചയപ്പെടുത്തി. ഇവിടെ എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം ഈ വിഷയം എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സഖാവിന് വിരോധമില്ലെങ്കിൽ ഇവിടെ നിന്ന് 5 മിനിറ്റ് കൊണ്ട് ആ സമര മുഖത്തേക്ക് എത്താൻ പറ്റും. അങ്ങ് വന്ന് ആ സ്ഥലം സന്ദർശിച്ച് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരൊക്കെ അല്ല, നമ്മൾ ഇവിടെ ഒരു ചർച്ച എന്നൊക്കെ പറഞ്ഞ് മന്ത്രിയുടെ യാത്രയെ തടയാൻ ശ്രമിച്ചു. 3 മിനിറ്റ് കൊണ്ട് ഈ സംഭാഷണങ്ങൾ നടക്കുകയും അദ്ദേഹം സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയും എന്നാൽ നമുക്ക് പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുക. അദ്ദേഹം വന്ന് കാറിൽ കയറുന്നു. ഞാനും അദ്ദേഹത്തോടൊപ്പം ആ കാറിൽ കയറുന്നു. ഞങ്ങൾ നേരെ സമരഭൂമിയിൽ പോകുന്നു. അപ്പൊ കുത്തുപാളയൊക്കെ തയ്യാറാണ്. ഉടനെ ഒരു കുത്തുപാളയിൽ നമ്മൾ എഴുതിയ നിവേദനം TU കുരുവിളയ്ക്ക് നൽകുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാനിവിടെ വന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്തു, എന്നിട്ടും ഇനി കുത്തുപാളയിൽ നിവേദനം വേണോ? അപ്പൊ ഞാൻ പറഞ്ഞതൊരു പ്രതീകാത്മകമാണ് മന്ത്രി, അങ്ങേക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ തരുന്നില്ല. ഓ, എനിക്കെന്താ കുഴപ്പം, ഇത് കർഷകരുടെ പ്രതീകമല്ലേ എന്ന് പറഞ്ഞ അദ്ദേഹം ആ കുത്തുപാളയിലുള്ള നിവേദനം വാങ്ങുകയും ചെയ്തു.